സാധാരണയായി കഴുത്തിൻ്റെയും നടുവിൻ്റെയും ഡിസ്കിൻ്റെ ഇഷ്യൂസ്, അതായത് ഡിസ്ക് ബൾജ് മൂലം വേദനയും ബുദ്ധിമുട്ടുമുള്ള ആൾക്കാർക്ക് ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് 3D ഡീകംപ്രഷൻ തെറപ്പി എന്ന് പറയുന്നത്. ഈ 3D ഡീകംപ്രഷൻ തെറപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നട്ടലിനിടയിലുള്ള ഡിസ്കിന് ഒരു അത്യാവശ്യം ഒരു സ്പേസ് വേണം. അതായത് ഇപ്പോൾ രണ്ട് നട്ടലിനിടയിലുള്ള ഡിസ്ക് ഇങ്ങനെ അമങ്ങിയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കംപ്രഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ കംപ്രഷൻ റിലീവ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ 3D ഡീകംപ്രഷൻ തെറപ്പി എന്ന് പറയുന്നത്. കംപ്രസ് ആയിരിക്കുന്ന സ്ട്രക്ചറിനെ ഡീകംപ്രസ് ചെയ്യുന്നു. ഈ ഡീകംപ്രഷൻ തെറപ്പിയിൽ മെയിനായിട്ട് ഉള്ള കോമ്പണൻസ് എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഫോഴ്സ്. ആ ഡിസ്ട്രാക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, പേഷ്യൻറ്റിൻ്റെ ഹൈറ്റും വെയ്റ്റും ഇതിൽ ഇടുമ്പോൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് കാൽക്കുലേഷൻ വഴിയായിട്ട് ഇതിലൊരു ഫോഴ്സ് വരും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ആപ്റ്റായിട്ടുള്ളൊരു ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടോടുകൂടി വരുന്ന ഒരു പേഷ്യൻറ്റിന് ഒരിക്കലും ആ വേദന കൂടുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് കുറവായിട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായി ആ ഡിസ്ട്രാക്ഷൻ വരാതിരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഒരു റിലാക്സേഷനോടുകൂടി തന്നെയായിരിക്കും പേഷ്യൻ്റ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാവുക. ഡീകംപ്രഷൻ തെറപ്പിയിൽ അടുത്ത ഒരു മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രഷറാണ്. അതായത് യൂഷ്വലി നമ്മൾ ട്രാക്ഷനൊക്കെ കൊടുക്കുമ്പോൾ ചുറ്റുമുള്ള പാരാസ്പൈനൽ മസിൽസിൻ്റെ ഒക്കെ ഒരു കംപ്രഷൻ, അതായത് ഒരു പോസിറ്റീവ് പ്രഷറാണ് കൂടുതലും ഡിസ്കിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ആ ഡിസ്ക് തള്ളി വരുമ്പോഴുള്ള നാഡീഞരമ്പിലുണ്ടാകുന്ന സമ്മർദ്ദം അത് കുറച്ചുകൂടെ കൂടുകയും യൂഷ്വലി പേഷ്യൻ്റ്, അതായത് നെക്ക് പെയിൻ ഒക്കെ ഉള്ള പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ സാധാരണയായി ട്രാക്ഷൻ ഇടുമ്പോൾ വേദന കൂടുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മളുടെ ഈ ഡീകംപ്രഷൻ തെറപ്പിയിൽ ഏകദേശം -180 മുതൽ 200 വരെ mmHg വരെയുള്ള ഒരു നെഗറ്റീവ് പ്രഷർ അപ്ലൈ ആകുന്നത് കൊണ്ട് ഈ നാഡീഞരമ്പിലുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കാനും, അതായത് കാലിലേക്കോ കൈയിലേക്കോ ഉള്ള വേദനയോ തരിപ്പോ ഒക്കെ പെട്ടെന്ന് തന്നെ അത് കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഏത് ലെവലിലാണോ അല്ലെങ്കിൽ ഏത് ഡിസ്കിൻ്റെ ഏത് ലെവലിലാണോ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതലുള്ളത്, ആ ലെവൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതൊരു പേഷ്യൻറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. പെൽവിക് ബാൻഡിലുള്ള 2 കോമ്പണൻസ്, ഒന്ന് CSF ഫ്ലോയെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും അതേപോലെ തന്നെ പെൽവിക് ബോണിൻ്റെ റൊട്ടേഷന് ഹെൽപ്ഫുൾ ആകുന്ന 2 കോമ്പണൻസ് ആണ് മെയിനായിട്ടുള്ളത്. കാലിലേക്ക് വേദന പോകുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ റൈറ്റോ ലെഫ്റ്റോ ഒക്കെ വേദന വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ ടേബിളിൻ്റെ പൊസിഷനിങ്, അതായത് ആംഗ്ലിങ് ചെയ്യുന്നതിനനുസരിച്ച് നാഡി കുറച്ചും കൂടെ സ്വതന്ത്രമാകുകയും അതുവഴി ഈ കാലിലേക്കുള്ള വേദനയോ തരിപ്പോ ഒക്കെ മാറുകയും ചെയ്യും. ഇതോടൊപ്പം ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റും പ്രോപ്പർ എക്സസൈസും എർഗണോമിക്സും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ദീർഘകാല ആശ്വാസം കൊണ്ടുവരാനായിട്ട് സഹായിക്കും.